Good morning to everyone. Welcome back to English Shine Academy. ഇന്ന് നമ്മുടെ സ്പോക്കൺ ഇംഗ്ലീഷ് കോഴ്സിൻ്റെ 5ാമത്തെ ദിവസമാണ്. കഴിഞ്ഞ ദിവസം എന്ന് വെച്ചാൽ 4ാമത്തെ ദിവസം നമ്മൾ എന്താ പഠിച്ചത്? ഡു ഡസിൻ്റെ കൂടെ ഹാവ് ഉപയോഗിക്കുമ്പോൾ എന്താണ് അർത്ഥം? കയ്യിലുണ്ടോ? ഡു യു ഹാവ്? നിങ്ങളുടെ കയ്യിലുണ്ടോ? പക്ഷെ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഡു ഡസിൻ്റെ കൂടെ വെർബ്, ക്രിയ. ഇതാണ് വെർബ്, ക്രിയ. ഡു ഡസിൻ്റെ കൂടെ വെർബ് ഉപയോഗിക്കുമ്പോൾ എന്താണ് അർത്ഥം? ചെയ്യാറുണ്ടോ എന്നർത്ഥം. എന്താണ് ചെയ്യാറുണ്ടോ? നമ്മൾ എന്നും ചെയ്യുന്ന കാര്യങ്ങൾ, നമ്മുടെ ശീലങ്ങൾ, ഹാബിറ്റ്സ്, അതുപോലെ തന്നെ നമ്മൾ എന്നും ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ, ഹോബീസ്, ഇതിനെക്കുറിച്ച് ചോദിക്കാൻ ഹാബിറ്റ്സ്, ഹോബീസ്, ഓക്കെ, ഇതിനൊക്കെ കുറിച്ച് ചോദിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന എന്താണ്? ഡു ഡസ് പ്ലസ് വെർബ് ഫസ്റ്റ് ഫോം. നിങ്ങൾ അവിടെ പോവാറുണ്ടോ? നിങ്ങൾ കളിക്കാറുണ്ടോ? നിങ്ങളൊന്ന് സ്കൂളിൽ പോകാറുണ്ടോ? നിങ്ങൾ അവിടെ പോവാറില്ലേ എന്നൊക്കെ ചോദിക്കാൻ നമ്മൾ ഇത് ഉപയോഗിക്കും. ഓക്കെ, ഡു ഡസ് പ്ലസ് വെർബ് ഫസ്റ്റ് ഫോം. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. ഇതിൽ നമ്മൾ ആദ്യം രണ്ട് കോഡാണ് പഠിക്കുന്നത്. ഫോർമുല ഫസ്റ്റ് വൺ ഡു യു പ്ലസ് വെർബ് എന്നാണ്. ഡു യു പ്ലസ് വെർബ്. സെക്കൻഡ് അതിൻ്റെ നെഗറ്റീവാണ് ഡോണ്ട് യു പ്ലസ് വെർബ്. അപ്പോൾ ഡു യു പ്ലസ് വെർബ് ഉപയോഗിക്കുമ്പോൾ അതർത്ഥം നിങ്ങൾ ചെയ്യാറുണ്ടോ. അതല്ല നമ്മൾ നെഗറ്റീവാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഡോണ്ട് യു പ്ലസ് വെർബ് ഉപയോഗിക്കുമ്പോൾ എന്താ? നിങ്ങൾ ചെയ്യാറില്ലേ. എക്സാമ്പിൾ ഡു യു. നമ്മുടെ ഫസ്റ്റ് എക്സാമ്പിൾ നോക്കാം. ഡു യു ഗോ ടു മാർക്കറ്റ് ഇൻ ദ ഈവനിങ് എവറി ഡേ? വൺസ് മോർ, ഡു യു ഗോ ടു മാർക്കറ്റ് ഇൻ ദ ഈവനിങ് എവറി ഡേ? അപ്പോൾ ഡു യു ഗോ എന്ന് പറയുന്നത് ഡു യു ഗോ, നിങ്ങൾ പോവാറുണ്ടോ. എവിടെ പോകാറുണ്ടോ? ടു മാർക്കറ്റ്, നിങ്ങൾ മാർക്കറ്റിൽ പോവാറുണ്ടോ? ഇൻ ദ ഈവനിങ് എവറി ഡേ. ഇവിടെ ഇൻ ദ ഈവനിങ് എവറി ഡേ ഇതൊരു ഫിക്സ്ഡ് ആണ്. എന്താണ് ഇൻ ദ ഈവനിങ് എവറി ഡേ എന്ന് പറയുന്ന ഈ സംഭവം? ഇതെന്താണ്? ഫിക്സ്ഡ്. ഇത് നമ്മൾ പറയും ഫ്രേസ് എന്ന് പറയും. എന്താ പറയുക? ഇത് നമ്മൾ ഫ്രേസ് എന്ന് പറയും. നമ്മളെ 2ാമത്തെ വീഡിയോയിൽ നമ്മൾ പഠിച്ചത് എന്താണ്? ഫ്രേസാണ്. കാരണം വലിയ സെൻറ്റൻസ് ഉണ്ടാക്കണമെങ്കിൽ നമ്മളുടെ കയ്യിൽ ആദ്യമേ കുറച്ച് വേർഡ്സുകൾ, ഫ്രേസുകൾ ഉണ്ടായിരിക്കണം, സ്റ്റോക്ക് ഉണ്ടായിരിക്കണം. ഫ്രേസ് എന്ന് പറഞ്ഞാൽ എന്താണ്? സെൻറ്റൻസിൻ്റെ ചെറിയ ഭാഗങ്ങൾ. ഒന്നുകൂടി വൺസ് മോർ, ഫ്രേസ് എന്ന് പറഞ്ഞാൽ സെൻറ്റൻസിൻ്റെ ചെറിയ ഭാഗങ്ങൾക്കാണ് നമ്മൾ ഫ്രേസ് എന്ന് പറയുക. അപ്പോൾ ഫ്രേസിന് ഇംഗ്ലീഷ് ലാംഗ്വേജിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഫ്രേസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഇൻ ദി ഇംഗ്ലീഷ് ലാംഗ്വേജ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഫ്രേസ് പഠിക്കണം. For example, I love you. I love you. ഈ വേർഡ്, ഈ ഒരു സെൻറ്റൻസ് നമ്മളൊക്കെ എന്നോ പഠിച്ചു. എന്താ ഒരു ഫ്ലുവൻസി അല്ലേ? എന്നോ ഫ്ലുവൻ്റായി. ഇതൊക്കെ എന്നോ ഫ്ലുവൻ്റാണ്. ഈ സെൻറ്റൻസ് പറയുമ്പോൾ ഫീലിങ്സ് ഉണ്ട്, എക്സ്പ്രഷൻ, ഫീലിങ്സ്, മോഷൻ, ഇമോഷൻ, ലൂസ് മോഷൻ, എല്ലാ മോഷനും ഉണ്ട്. നല്ല ഫ്ലുവൻസിയാണ്. ഇത് പഠിച്ചതുപോലെ നമുക്ക് എന്ത് പഠിക്കണം? ഇൻ ദ ഈവനിങ് എവറി ഡേ, ഇൻ ദ മോർണിംഗ്, ഇൻ ദ ആഫ്റ്റർനൂൺ, അറ്റ് പ്രസൻറ്റ്, അറ്റ് നൈറ്റ്, ഇൻ ദ പാസ്റ്റ്, വൺസ് ഇൻ എ വീക്ക്, ട്വൈസ് ഇൻ എ വീക്ക്. നമ്മുടെ 2ാമത്തെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ആ വീഡിയോ ഒന്ന് കാണണം. അത് കണ്ടിട്ട് അത് വായിക്കണം, വായിച്ച് മനസ്സിലാക്കണം. കാരണം അതാണ് ഫ്രേസ് എന്ന് പറയുന്നത്. ഇംഗ്ലീഷ് ലാംഗ്വേജ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഒരു സംഭവമാണത്. ഫ്രേസ്. വലിയ സെൻറ്റൻസ് ഉണ്ടാക്കണമെങ്കിൽ നമ്മുടെ കയ്യിൽ ഓൾറെഡി സ്റ്റോക്ക് ഉണ്ടായിരിക്കണം, ഇതുപോലെയുള്ള ഫ്രേസുകൾ, സെൻറ്റൻസുകൾ. അപ്പോഴാണ് നമുക്ക് വലിയ സെൻറ്റൻസ് ഉണ്ടാക്കാൻ കഴിയുക. ഓക്കെ, സോ വൺസ് മോർ. എന്നാൽ ഫസ്റ്റ് വൺ, ഡു യു ഗോ ടു മാർക്കറ്റ് ഇൻ ദ ഈവനിങ് എവറി ഡേ? നിങ്ങൾ എല്ലാ ദിവസവും വൈകുന്നേരം മാർക്കറ്റിൽ പോകാറുണ്ടോ എന്നർത്ഥം. ഓക്കെ, ഡു യു ഗോ, ഇതാണ് നമ്മുടെ മെയിൻ. ഡു യു ഗോ. ബാക്കി എന്താണ്? ബാക്കി നമ്മൾ എന്താണോ പറയാൻ ആഗ്രഹിക്കുന്നത് അത് പറയാം. ഓക്കെ, ഇനി 2ാമത്തേത് ഡു യു വോക്ക്. എന്താണ്? ഡു യു പ്ലസ് വെർബ് ഫസ്റ്റ് ഫോം. ഡു യു വോക്ക് എന്ന് പറഞ്ഞാൽ നിങ്ങൾ നടക്കാറുണ്ടോ. ഡു യു വോക്ക് ഇൻ ദ മോർണിംഗ്. അപ്പോൾ ഇൻ ദ മോർണിംഗ് എന്താണ്? ഇൻ ദ മോർണിംഗ് ഫിക്സ്ഡ് ആണ്. ഓക്കെ, അപ്പോൾ ഇൻ ദ മോർണിംഗ് ആദ്യം നമ്മൾ ഡു യു വോക്ക് എന്ന് പറയുക. അതിന് ശേഷം പിന്നീട് നമ്മൾ ആഡ് ചെയ്യുക. നമ്മൾ പഠിച്ചു വെച്ച ഫ്രേസുകളില്ലേ അത് നമ്മൾ ആഡ് ചെയ്യുക.
Do you walk in the morning? Do you go there in the afternoon? Do you go to school every day? Do you go to that hotel twice in a week, once in a week? Okay, ഇതുപോലെ എന്ത് ചെയ്യുക, ആഡ് ചെയ്യുക. അപ്പോൾ രണ്ടാമതെന്താണ്, ഡു യു വാക്ക് ഇൻ ദ മോർണിംഗ്? നിങ്ങൾ രാവിലെ നടക്കാറുണ്ടോ? ഞാൻ ചോദിക്കട്ടെ, ഡു യു ഗോ ടു മാർക്കറ്റ് ഇൻ ദ ഈവനിങ് എവറി ഡേ? ഇതിൻ്റെ നെഗറ്റീവ് ഒക്കെ ചോദിക്കുക. ഡോണ്ട് യു ഗോ, ഇതൊരു ഇവിടെ ഡോണ്ട് യു ഗോ ടു മാർക്കറ്റ്സ് ഇൻ ദ ഈവനിങ് എവറി ഡേ? നിങ്ങൾ എല്ലാ ദിവസവും വൈകുന്നേരം മാർക്കറ്റിൽ പോകാറില്ലേ? ഞാൻ കാണാറുണ്ടല്ലോ, പോകാറില്ലേ? ഡു യു വാക്ക് ഇൻ ദ മോർണിംഗ്? ഡു യു വാക്ക് ഇൻ ദ മോർണിംഗ്? നിങ്ങൾ രാവിലെ നടക്കാറുണ്ടോ? അപ്പം നിങ്ങൾ രാവിലെ നടക്കാറില്ലേ? ഡോണ്ട് യു വാക്ക്. നെഗറ്റീവ് എന്തായി? നെഗറ്റീവ് ഉണ്ട്, ഇതാണ് നെഗറ്റീവ്. ഡോണ്ട് യു വാക്ക് ഇൻ ദ മോർണിംഗ്? നിങ്ങൾ രാവിലെ നടക്കാറില്ലേ? മൂന്നാമത്തത്, ഡു യു റീഡ്? നിങ്ങൾ പഠിക്കാറുണ്ടോ? അപ്പോൾ എന്ത് പഠിക്കാറുണ്ടോ അത് നമ്മൾ ആഡ് ചെയ്യണം. ഡു യു റീഡ് ന്യൂസ് പേപ്പർ, അല്ലെങ്കിൽ ഡു യു റീഡ് ബുക്സ്? നിങ്ങൾ ബുക്സ് വായിക്കാറുണ്ടോ? എവ്രി സിംഗിൾ ഡേ ഉണ്ടോ? എവ്രി സിംഗിൾ ഡേ. അപ്പോൾ ഇതെന്താണ്? ഫിക്സ്ഡ് ആണ്. എവ്രി സിംഗിൾ ഡേ. ഇതുപോലെയുള്ള വേർഡ്സുകൾ നമ്മൾ പഠിച്ചിരിക്കണം, എന്നാൽ അത് ഉപയോഗിക്കണം, അത് സെൻറ്റൻസിൻ്റെ ബാക്കിൽ ആഡ് ചെയ്യണം. ഓക്കെ, ഡു യു റീഡ് ന്യൂസ് പേപ്പർ എവ്രി സിംഗിൾ ഡേ? ഇതുപോലെയുള്ള സെൻറ്റൻസ് ആഡ് ചെയ്യുമ്പോൾ നമ്മളുടെ ഇംഗ്ലീഷ്, ദ ബ്യൂട്ടി ഓഫ് അവർ ഇംഗ്ലീഷ് വിൽ ബി ഇൻക്രീസ്ഡ്. നമ്മുടെ ഇംഗ്ലീഷിൻ്റെ ബ്യൂട്ടി എന്താവും? ഇമ്പ്രൂവ് ആവും. ഓക്കെ, എവ്രി സിംഗിൾ ഡേ. ഡു യു ഗോ ടു സ്കൂൾ എവ്രി സിംഗിൾ ഡേ? ഡു യു റീഡ് ബുക്സ് എവ്രി സിംഗിൾ ഡേ? ഓക്കെ, ഇനി നാലാമതാണ്, ഡു യു ഡ്രിങ്ക് ടീ ഓർ കോഫി? നിങ്ങൾ ചായയാണോ അതോ കോഫിയാണോ കുടിക്കാറ്? എന്താണ്? നിങ്ങൾ ചായയാണോ അതോ കോഫിയാണോ കുടിക്കാറ്? ഡു യു ഡ്രിങ്ക് ടീ ഓർ കോഫി? ഡോണ്ട് യു ഗെറ്റ് അപ്പ് ഏർലി ഇൻ ദ മോർണിംഗ്? ഏർലി ഇൻ ദ മോർണിംഗ് ഇതും അതുപോലെ ഒരു ഫിക്സ്ഡ് ഫ്രേസ് ആണ്. എന്താണ്? ഫിക്സ്ഡ് ഫ്രേസ്. ഓക്കെ, ഏർലി ഇൻ ദ മോർണിംഗ് ഇത് പഠിച്ചു വെക്കണം. ഏർലി ഇൻ ദ മോർണിംഗ്, ഇൻ ദ ആഫ്റ്റർനൂൺ, ഇൻ ദ ഈവനിങ്, അറ്റ് നൈറ്റ്, അറ്റ് പ്രസൻറ്റ്, ഇതുപോലുള്ള വേർഡ്സ് പഠിച്ചു വെക്കണം. ഓക്കെ, ഏർലി ഇൻ ദ മോർണിംഗ്. ഡോണ്ട് യു ഗെറ്റ് അപ്പ്? നിങ്ങൾ നന്ന രാവിലെ എണീക്കാറില്ലേ? നിങ്ങൾ നന്ന രാവിലെ എണീക്കാറില്ലേ എന്നർത്ഥം. ഓക്കെ, ഡോണ്ട് യു ഗെറ്റ് അപ്പ്. സോ മൈ ഫ്രണ്ട്സ്, ഇതുപോലെയുള്ള ക്വസ്റ്റ്യങ്ങൾ ചോദിക്കുമ്പോൾ ആൻസർ എങ്ങനെ കൊടുക്കുക? ഉണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ, ഡു യു ഗോ ടു മാർക്കറ്റ്? നിങ്ങൾ മാർക്കറ്റിൽ പോകാറുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ആൻസർ രണ്ടാവാം. ഒന്ന്, നിങ്ങൾ പോകാറുണ്ടെങ്കിൽ എന്ത് പറയണം? യെസ് ഐ ഡു. ഇവിടെ ഒന്ന് ശ്രദ്ധിക്കണം, യെസ് ഐ ഡു. നമ്മൾ ആക്ഷൻ, പ്രവൃത്തികൾ കാണിക്കാൻ ആൻസർ നമ്മൾ എപ്പോഴും ഡു ആണ് ചേർക്കുക. ഡു. കാരണം ഗോ നമ്മൾ ക്വസ്റ്റ്യൻ ആദ്യമേ പറഞ്ഞു. ഇനിയിപ്പോൾ ആ ഒരു ഗോ എന്ന് പറയുന്ന വേർഡിനെ റിപ്പീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. എന്താ പറയുക? ഡു യു റീഡ് ന്യൂസ് പേപ്പർ? നിങ്ങൾ ന്യൂസ് പേപ്പർ വായിക്കാറുണ്ടോ? യെസ് ഐ ഡു. ഡു എന്ന് പറഞ്ഞാൽ യെസ് ഐ ഡു. ഡു യു ഗോ ദെയർ? നിങ്ങൾ അവിടെ പോകാറുണ്ടോ? യെസ് ഐ ഡു. നിങ്ങൾ എന്നും വാക്കിംഗ് ചെയ്യാറുണ്ടോ? യെസ് ഐ ഡു. എന്നാണ് എല്ലാ ക്വസ്റ്റ്യൻ്റെയും ആൻസർ എന്താണ്? യെസ് ഐ ഡു. ചെയ്യാറുണ്ടെങ്കിൽ. ചെയ്യാറില്ലെങ്കിലോ എന്ത് പറയണം? നോ ഐ ഡോണ്ട്. ദാറ്റ്സ് ഓൾ. അത്രമാത്രം. നോ ഐ ഡോണ്ട്. ഡു യു വാക്ക് ഇൻ ദ മോർണിംഗ്? നിങ്ങൾ രാവിലെ നടക്കാറുണ്ടോ? നോ ഐ ഡോണ്ട്. യെസ് ഐ ഡു. നോ ഐ ഡോണ്ട്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ എന്താണ്? ഡു ഡസിൻ്റെ കൂടെ വെർബ് ഫസ്റ്റ് ഉപയോഗിക്കുമ്പോൾ എന്തർത്ഥം വരിക? ചെയ്യാറുണ്ടോ. എന്താണ്? ചെയ്യാറുണ്ടോ. ഡു യുൻ്റെ കൂടെ ചേർക്കുമ്പോൾ നിങ്ങൾ ചെയ്യാറുണ്ടോ. ഡോണ്ട് യുൻ്റെ കൂടെ ചേർക്കുമ്പോഴോ നിങ്ങൾ ചെയ്യാറില്ലേ എന്നർത്ഥം. ഓക്കെ ഫ്രണ്ട്സ്, ആൻഡ് നൗ നെക്സ്റ്റ് വൺ. ദിസ് വൺ. ഇനി നമ്മുടെ അടുത്ത ഫോർമുല എന്താണ്? നെക്സ്റ്റ് ഫോർമുല. ഡസ് ഹി ആൻഡ് ഡസ് ഷീ. എന്താണ്? ഡസ് ഹി അല്ലെങ്കിൽ ഡസ് ഷീൻ്റെ കൂടെ വെർബ് ഫസ്റ്റ് ഉപയോഗിക്കുമ്പോൾ എന്താർത്ഥം വരിക? അവൻ അല്ലെങ്കിൽ അവൾ ചെയ്യാറുണ്ടോ എന്നായി. ഡു യു ഗോ എന്ന് പറഞ്ഞാൽ നിങ്ങൾ പോവാറുണ്ടോ. ഡു യു ഗോ മീൻസ് നിങ്ങൾ പോവാറുണ്ടോ. ഇനി അടുത്തതാണ് ഡസ് ഹി അല്ലെങ്കിൽ ഡസ് ഷീ.
എന്ന് പറഞ്ഞാൽ എന്താണ്? ഡസ് ഹി അവൻ ചെയ്യാറുണ്ടോ, ഡസ് ഷീ അവൾ ചെയ്യാറുണ്ടോ, അവൾ ചെയ്യാറുണ്ടോ. ഓക്കെ, ഇതൊക്കെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. പ്രാക്ടീസ്. അവസരം, ഓപ്പർച്യൂണിറ്റി വിൽ നെവർ കം ടു യു. അവസരം ഒരിക്കലും നിങ്ങൾ തേടി വരില്ല. യു ഹാവ് ടു ക്രിയേറ്റ് ദാറ്റ്. നിങ്ങൾക്കത് ക്രിയേറ്റ് ചെയ്യണം, അത് ഉണ്ടാക്കണം. അവസരം ഉണ്ടാവില്ല. കാരണം നിങ്ങളൊരു ഇംഗ്ലീഷ് പഠിച്ച് നന്നായി കാണുമെന്ന്, നിങ്ങൾ ഇംഗ്ലീഷൊക്കെ പഠിച്ച് നന്നായി കാണണമെന്ന് നിങ്ങളുടെ ഫ്രണ്ട്സോ നിങ്ങളുടെ അയൽവാസിയോ ഒരിക്കലും ആഗ്രഹിക്കില്ല. ഇപ്പോൾ അൽമാറൊക്കെ ഉണ്ടെങ്കിൽ അൽമാറയുടെ മുന്നിൽ നിന്നുകൊണ്ട് കണ്ണാടിയിൽ നോക്കിക്കൊണ്ട് ചോദിക്കാം, ഡു യു ഗോ ടു മാർക്കറ്റ്? യെസ് ഐ ഡു. ഡു യു റീഡ് ന്യൂസ് പേപ്പർ? യെസ് ഐ ഡു. ഡു യു ഗെറ്റ് അപ്പ് ഇൻ ദ ഏർലി മോർണിംഗ്? യെസ് ഐ ഡു. കണ്ണാടിയിൽ നോക്കിയിട്ട് സ്വന്തം ചോദിക്കുക, സ്വന്തം ആൻസർ പറയുക. ദാറ്റ്സ് ഓൾ. അതുപോലെ പറയണം, സ്വന്തം ചെയ്യണം. ഓക്കെ, സ്പീക്ക് ടു യുവർ സെൽഫ്. എന്താണ് സ്പീക്ക് ടു യുവർ സെൽഫ്? ഓക്കെ, അപ്പം എന്ന് പറഞ്ഞാൽ നമ്മൾ ഡസിൻ്റെ കൂടെ ഹി ചേർക്കുമ്പോൾ എന്താ അർത്ഥം വരിക? അവൻ ചെയ്യാറുണ്ടോ. ഷീ ആണെങ്കിലോ അവൾ ചെയ്യാറുണ്ടോ. അപ്പോൾ അതിൻ്റെ നെഗറ്റീവ് എന്താ വരിക? ഡസൻറ്റ്. ഡസൻറ്റ് ഹി അവൻ ചെയ്യാറില്ലേ? ഡസൻറ്റ് ഷീ അവൾ ചെയ്യാറില്ലേ? ഫോർ എക്സാമ്പിൾ നമ്മൾ ഇവിടെ ഒരു ഗോ ചേർക്കുന്നിരിക്കാം. ഓക്കെ, ഗോ ചേർക്കാം. ഇവിടെയും ചേർത്തു, ഇവിടെയും ചേർത്തു. ഡസ് ഹി ഗോ അവൻ പോവാറുണ്ടോ? ഡസ് ഹി ഗോ ടു സ്കൂൾ എവറി ഡേ? അവൻ എന്നും സ്കൂൾ പോവാറുണ്ടോ? ഡസ് യുവർ ബ്രദർ ഗോ ടു സ്കൂൾ എവറി ഡേ? നിങ്ങളുടെ ബ്രദർ എന്നും സ്കൂൾ പോവാറുണ്ടോ? ഇനി ഇവിടെയാണ് ചേർക്കുന്നതെങ്കിലോ ഡസൻറ്റ് ഹി ഗോ അവൻ പോവാറില്ലേ? അവൻ പോവാറില്ലേ എന്നായി. ഓക്കെ, ഫസ്റ്റ് എക്സാമ്പിൾ. ഇനി ഫസ്റ്റ് എക്സാമ്പിൾ, ഡസ് ഹി റീഡ് ബുക്സ്? എന്താണ്? ഡസ് ഹി റീഡ്? ഡസ് ഹി റീഡ് ബുക്സ്? ഓക്കെ, നമ്മൾ ഡസ് അതുപോലെ തന്നെ ഹി ഒരുമിച്ച് പറയുമ്പോൾ ഡസ് ഹി എന്ന് പറയണ്ട, ഡസ് എന്ന് പറഞ്ഞു. ഡസ്. ഓക്കെ, ഡസ് ഹി റീഡ് ബുക്സ്? അവൻ ബുക്ക് വായിക്കാറുണ്ടോ? ഡസ് ഷീ പ്ലേ ക്രിക്കറ്റ്? അവൾ ക്രിക്കറ്റ് കളിക്കാറുണ്ടോ? ഡസ് ഷീ പ്ലേ ക്രിക്കറ്റ്? അവൾ ക്രിക്കറ്റ് കളിക്കാറുണ്ടോ? ഡസ് അഞ്ജലി വാച്ച് മൂവി? അഞ്ജലി മൂവീസ് കാണാറുണ്ടോ? എന്താണ് മൂവീസ് കാണാറുണ്ടോ? ഡസ് യുവർ ബ്രദർ സ്റ്റഡി വെൽ? നിങ്ങളുടെ ബ്രദർ നന്നായി പഠിക്കാറുണ്ടോ? ഡസ് യുവർ സിസ്റ്റർ ഗോ ടു സ്കൂൾ എവറി ഡേ? നിങ്ങളുടെ സിസ്റ്റർ എന്നും സ്കൂളിൽ പോവാറുണ്ടോ? ഓക്കെ, എന്നും സ്കൂൾ പോവാറുണ്ടോ? അപ്പോൾ ഇതിന് ആൻസർ ഉണ്ടാവാം. ഉണ്ടെങ്കിൽ എന്ന് പറയണം യെസ് ഹി ഡസ്. ഹി സിംഗുലർ ആണ്, അതുകൊണ്ടാണ് നമ്മൾ ഡസ് ഉപയോഗിച്ചത്. ഓക്കെ, ഹി ഡസ്. ഇല്ലാന്നാണെങ്കിലോ നോ ഹി ഡസൻറ്റ്. എവ്രിതിങ് ഡിപ്പെൻഡ്സ് ഓൺ യുവർ പ്രാക്ടീസ്. നിങ്ങൾ എങ്ങനെയാണോ പ്രാക്ടീസ് ചെയ്യുന്നത് അതുപോലെ ഇരിക്കും നിങ്ങളുടെ ഫ്ലുവൻസി. ഓക്കെ, അപ്പോൾ എന്നും പഠിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക? പ്രാക്ടീസ് ചെയ്യുക, മാക്സിമം പ്രാക്ടീസ്. ഓക്കെ, ഒന്നുകൂടി, ഡു യുവിൻ്റെ കൂടെ ഹാവ് ചേർക്കുമ്പോൾ നിങ്ങളുടെ കയ്യിലുണ്ടോ? ഡു യുവിൻ്റെ കൂടെ വെർബ് വെക്കുമ്പോൾ അല്ലെങ്കിൽ വെർബ് പറയുമ്പോൾ എന്താ അർത്ഥം വരിക? നിങ്ങൾ ചെയ്യാറുണ്ടോ? ഡു യു ഗോ? നിങ്ങൾ ചെയ്യാറുണ്ടോ? നിങ്ങൾ പോവാറുണ്ടോ? ഡു യു ഹാവ്? നിങ്ങളുടെ കയ്യിലുണ്ടോ? ഡു യു ഗോ? നിങ്ങൾ പോവാറുണ്ടോ? ഡോണ്ട് യു ഗോ? നിങ്ങൾ പോവാറില്ലേ? ഇനി അടുത്താണ് ഡസ് ഹി ഗോ? അവൻ പോവാറുണ്ടോ? ഡസൻറ്റ് ഹി ഗോ? അവൻ പോവാറില്ലേ? ഇതുപോലെ നിങ്ങൾ പറഞ്ഞ് പഠിക്കണം. വെറുതെ ഇരിക്കുമ്പോൾ വെറുതെ പറയാം. ഓക്കെ, വെറുതെ ഇരിക്കുമ്പോൾ പറഞ്ഞ് തന്നെ പഠിക്കാം. കാരണം ഇങ്ങനെ പറഞ്ഞ് പഠിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ മൈൻഡിൽ ആ ഫോർമുല അല്ലെങ്കിൽ ആ ഒരു കോഡ് ഫിക്സ് ആയി കഴിഞ്ഞാൽ നോ പ്രോബ്ലം. നിങ്ങൾ ചിന്തിക്കാതെ സെൻറ്റൻസുകൾ വരണം. ഇപ്പോൾ ഇൻ ദ മോർണിംഗ് നിങ്ങളൊരു 4-5 തവണ വായിച്ചു കഴിഞ്ഞാൽ ഇൻ ദ മോർണിംഗ്, അല്ലെങ്കിൽ ഇൻ ദ ആഫ്റ്റർനൂൺ, ഇൻ ദ ഈവനിങ്, അറ്റ് നൈറ്റ്, വൺസ് ഇൻ എ വീക്ക്, ട്വൈസ് ഇൻ എ വീക്ക്, ഇതൊക്കെ നിങ്ങളൊരു 5-6 തവണ വായിച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ മൈൻഡിലേക്ക് ഫീഡാവും. കാരണം നമ്മൾ ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി വരണം, ചിന്തിക്കാതെ തന്നെ ഓട്ടോമാറ്റിക് വരണം. നമ്മൾ പറയാം ക്യാൻ യു കം ടു മീ ഇൻ ദ മോർണിംഗ്? അപ്പോൾ ഇൻ ദ മോർണിംഗ് ഒക്കെ ഓട്ടോമാറ്റിക് വരണം. നമ്മൾ ഫോർമുല പഠിച്ചുകൊണ്ട് മാത്രം നമുക്ക് ഫ്ലുവൻസി കിട്ടില്ല. ഫ്ലുവൻസി ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഇതുപോലെയുള്ള ഫ്രേസുകൾ വേണം. ഓക്കെ, അതുകൊണ്ടാണ് ഫ്രേസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇംഗ്ലീഷ് ലാംഗ്വേജിൽ ഫ്രേസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ 3-4 വീഡിയോ, ഓരോ 3-4 വീഡിയോ കഴിയുമ്പോഴും ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഫ്രേസിൻ്റെ ക്ലാസ് എടുക്കും.
ഫ്രേസ്. ഓക്കെ, ഫ്രേസ്. ആ ഫ്രേസിന് വായിച്ചിട്ട് പഠിച്ചിരിക്കണം. ഓക്കെ മൈ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ നന്നായി പ്രാക്ടീസ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ കഴിഞ്ഞ വീഡിയോസ് 1, 2, 3, 4 ഇതൊക്കെ ഒന്നും കൂടി കണ്ടിട്ട് ഒന്ന് വായിച്ചിട്ടൊന്ന് പ്രിപ്പയർ ചെയ്യാം. ഓക്കെ, യെസ്. സോ മൈ ഫ്രണ്ട്സ്, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യുക ആൻഡ് ഷെയർ മൈ വീഡിയോസ്. താങ്ക് യു സോ മച്ച്.